വിദ്യാർത്ഥികളുടെ നടുവൊടിക്കുന്ന സ്കൂൾ ബാഗിന്റെ കാര്യത്തിൽ പരിഹാരവുമായി ഒമാൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമിതഭാരമുള്ള ബാഗുകൾ ചുമക്കുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി നടപടി സ്വീകരിച്ച് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതിയുമായാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ഭാരമുള്ള ബാഗുകൾ ചുമക്കുന്നത് മൂലം കുട്ടികളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാരമുള്ള സ്കൂൾ ബാഗുകൾ നട്ടെല്ലിന് പ്രശ്നങ്ങളും വൈകല്യവും ഉണ്ടാക്കും. ഈ ശാരീരിക വെല്ലുവിളികൾ പലപ്പോഴും മാനസിക വ്യതിചലനങ്ങൾക്കും പഠനത്തോടുള്ള ഇഷ്ടക്കുറവിനും കാരണമാകുന്നു. ഇത് കുട്ടിയുടെ അക്കാദമിക് മികവിനെയും മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ 80 ഷീറ്റുള്ള 2 നോട്ട് പുസ്തകങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മന്ത്രാലയം നൽകുന്ന പുസ്തകങ്ങൾക്ക് പുറത്ത് ബൈൻഡ് ചെയ്യാനും മറ്റും പാടില്ല. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനായി സ്കൂളുകളിൽ ലോക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പുസ്തകങ്ങൾ ദിവസവും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത ഒഴിവാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ പോർട്ടലിൽ ലഭ്യമായ ഈ പുസ്തകങ്ങളുടെ ഉപയോഗം വിദ്യാർത്ഥികളുടെ ഭാരം കൂടുതൽ ലഘൂകരിക്കും. കുട്ടികൾക്കായി സ്കൂൾ ബാഗുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉചിതമായി തിരഞ്ഞെടുക്കണമെന്ന് മാതാപിതാക്കൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാഗുകൾ വളരെ ഭാരമുള്ളതല്ലെന്നും നന്നായി ഫിറ്റ് ആണെന്നും ഉറപ്പാക്കണം. കൂടാതെ സ്കൂൾ ബാഗിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂൾ മാനേജ്മെന്റുമായി ആശയവിനിമയം നടത്താൻ മന്ത്രാലയം രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു. അതേസമയം തന്നെ സ്കൂൾ ബാഗുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ലഭിക്കുന്ന സ്കൂൾ ബാഗുകളിൽ പലതും ഭാരം കൂടിയതാണ്. കൂടാതെ അവ കുട്ടികൾക്ക് സൗകര്യപ്രദമല്ലാത്തതും കുട്ടികളുടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ്. പുസ്തകം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്കൊപ്പം ബാഗിന്റെ ഭാരം കൂടിയാകുമ്പോൾ കുട്ടികളുടെ പ്രയാസം വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബാഗുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കൂടാതെ സുരക്ഷിതമായ സ്കൂൾ ബാഗുകൾക്കുള്ള സ്പെസിഫിക്കേഷനുകളും മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്.